JNUവിലെ ചോരുകൾ യെച്ചൂരിയുടെ ശബ്ദം കേട്ടു തുടങ്ങിയിട്ട് 5 പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. വിദ്യാർത്ഥി നേതാവായിരുന്ന കാലം മുതൽ കേൾക്കുന്ന ശബ്ദവും നിറഞ്ഞ ചിരിയും കണ്ടുശീലിച്ച JNUവിൻ്റെ ചുവരുകൾ വെള്ളിയാഴ്ച തെല്ലൊന്ന് അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും. യെച്ചൂരിയുടെ മുഖമുദ്രയായ നിറചിരിയോ നർമ്മത്തിൽ പൊതിഞ്ഞ സംഭാഷണങ്ങളോ ഇല്ല. പ്രിയ സഖാക്കളുടെ മുദ്രാവാക്യം വിളികൾക്കിടയിൽ നിശ്ചലനായി കിടക്കുകയായിരുന്നു യെച്ചൂരി. സലാം കോമ്രേഡ് യെച്ചൂരി എന്നുള്ള വിദ്യാർത്ഥി സഖാക്കളുടെ നെഞ്ചുപൊട്ടിയുള്ള മുദ്രാവാക്യം JNUവിൻ്റെ ഹാളിൽ ഉയരുമ്പോൾ പുറത്ത് പെരുമഴയായിരുന്നു. തൻ്റെ പേര് വാനോളം ഉയർത്തിയ ഒരാൾ കൂടി ഇല്ലാതായിരിക്കുന്നുവെന്ന തോന്നലിൽ JNU പൊഴിച്ച കണ്ണീരായിരിക്കണം ആ മഴത്തുള്ളികൾ. എയിംസിൽ നിന്ന് യെച്ചൂരിയുടെ മൃതദേഹം വസന്ത് കുഞ്ചിലെ വീട്ടിലേക്ക് എത്തിക്കുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. പ്രിയപുത്രനെ അവസാന നോക്ക് കാണാനുള്ള JNUവിൻ്റെ മനസ്സറിഞ്ഞിട്ടായിരിക്കണം എയിംസിൽ നിന്ന് യെച്ചൂരിയുടെ മൃതദേഹം നേരെ കൊണ്ടുപോയത് JNUവിലേക്ക്. വികാരനിർഭരമായിരുന്നു JNUവിലെ അന്ത്യാഭിവാദ്യം. പ്രിയ സഖാക്കൾ, അധ്യാപകർ, മുൻ വിദ്യാർത്ഥികൾ, രാഷ്ട്രീയമായി എതിർചേരിയിൽ നിന്നവർ പോലും ജനാധിപത്യ ഇന്ത്യയുടെ മതേതര മുഖത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ക്യാമ്പസിലേക്ക് എത്തി. JNUവിൻ്റെ ചരിത്രത്തിൽ പതിവില്ലാത്തതാണ് ഇത്തരമൊരു വിടപറയിലെന്ന് JNUവിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ജോൺ ബ്രിട്ടാസ് MP പറയുമ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കാം JNUവിന് യെച്ചൂരി ആരായിരുന്നുവെന്ന്. JNUവിൽ പ്രിയ സഖാവ് പ്രകാശ് കാരാട്ടിന് വോട്ട് തേടിയായിരുന്നു യെച്ചൂരിയുടെ രാഷ്ട്രീയ പ്രവേശനം. JNU യൂണിയൻ പ്രസിഡന്റായി മത്സരിച്ച കാരാട്ടിന്റെ വിജയത്തിനായി ക്ലാസ് മുറികളെ വാക്കുകൾ കൊണ്ട് തീപിടിപ്പിച്ച സീതാറാം യെച്ചൂരി പിന്നീട് ഇന്ത്യയുടെ മുഴുവൻ മതേതര ചേരിയുടെയും പ്രതീക്ഷയായി മാറി. ക്യാമ്പസിൽ നിന്ന് തുടങ്ങിയ ഇരുവരുടെയും കോമ്രേഡ്ഷിപ്പ് ഈ നിമിഷം വരെ തുടർന്നു. JNUവിലെ വികാരനിർഭരമായ യാത്രയപ്പിന് ശേഷം യെച്ചൂരിയുടെ യാത്ര വസന്ത് കുഞ്ചിലെ വീട്ടിലേക്കായിരുന്നു. കുടുംബാംഗങ്ങളും പ്രിയ സഖാക്കളുടെയും സാന്നിധ്യത്തിൽ സഖാവ് യെച്ചൂരി തന്റെ പ്രിയ ഇടത്തിൽ അവസാന രാത്രിയും പൂർത്തിയാക്കി. ഗോൾ മാർക്കറ്റിലെ AKG ഭവനിൽ രാവിലെ 11 മണിയോടെ എത്തുക എന്നതാണ് യെച്ചൂരിയുടെ രീതി. ശനിയാഴ്ച പതിവ് തെറ്റി. 45 മിനിറ്റ് മുമ്പേ യെച്ചൂരി AKG ഭവനിലെത്തി. രാഷ്ട്രീയ അഭിപ്രായം തേടി കാത്തുനിൽക്കുന്ന മാധ്യമപ്രവർത്തകരാണ് സാധാരണ യെച്ചൂരിയെ ആദ്യം സ്വീകരിക്കാറുള്ളത്. ഇത്തവണയും മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. വന്നത് രാഷ്ട്രീയ അഭിപ്രായം തേടിയല്ല, പ്രിയ സഖാവിൻ്റെ അന്ത്യയാത്ര ജനങ്ങളിലേക്ക് എത്തിക്കാനായിരുന്നു. മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടെയാണ് സഖാവ് യെച്ചൂരിയുടെ മൃതദേഹം AKG ഭവനിലേക്ക് എത്തിച്ചത്. AKG ഭവനിൽ ഒരുക്കിയ പ്രത്യേക പന്തലിൽ യെച്ചൂരിയുടെ മൃതദേഹത്തിൽ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ചേർന്ന് ചെങ്കൊടി പുതപ്പിച്ചു. ശേഷം പ്രിയ സഖാക്കൾ ഓരോരുത്തരായി എത്തി അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പുഷ്പചക്രം അർപ്പിച്ചു. കേന്ദ്ര നേതാക്കളും സംസ്ഥാന നേതാക്കളും അന്ത്യാഭിവാദ്യം അർപ്പിച്ച ശേഷം പൊതുജനങ്ങളും ഇതര രാഷ്ട്രീയ നേതാക്കളും യെച്ചൂരിയെ ഒരു നോക്ക് കാണാനെത്തി. യെച്ചൂരിയുടെ അഭാവം പാർട്ടി കൂട്ടായി നികത്തുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. BJPയെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കൽ അസാധ്യമാണെന്ന് കരുതിയ സന്ദർഭത്തിൽ സാധ്യമാണെന്ന് കൃത്യതയോടെ പറഞ്ഞ പ്രമുഖ നേതാവ് യെച്ചൂരിയായിരുന്നുവെന്ന് ഗോവിന്ദൻ മാസ്റ്റർ ഓർമ്മിച്ചു. വലിയൊരു നഷ്ടം തന്നെയാണ്. എത്രയോ വർഷങ്ങളുടെ ബന്ധം, അതിനേക്കാൾ വലിയൊരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ വിടവാങ്ങൽ ഒക്കെയാണ്. ഒരുപാട് അനുഭവങ്ങളിൽ, ഓർമ്മകളിൽ നിന്നുകൊണ്ടുകൂടിയാവില്ലേ മാഷ് സംസാരിക്കുക അദ്ദേഹത്തെക്കുറിച്ച്? സഖാവ് സീതാറാം യെച്ചൂരിക്ക് പകരം വേറെ ഒരാളെ പറ്റിയും സങ്കല്പിക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല. ഇവിടെ ഇന്ത്യ ബ്ലോക്ക് രൂപീകരിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് നടന്ന എല്ലാ കൂടിക്കാഴ്ചയുടെയും ഏറ്റവും പ്രമുഖനായ വക്താവും സഖാവ് യെച്ചൂരിയായിരുന്നു. Now still his body is lying and it will be donated to the AIMS. And you know, normally in such situation, a lot of memory that crowds the mind. But
Sitaram Yechury, for his own affable characteristics, command in language, so many languages, strong vocabulary, strong base in mythology, history, and political ideology. He only did not represent the CPIM. He was acceptable to many others, those who are not in the political arena, even other oppositions, particularly at this point of time when this RSS is trying to implement its fascist agenda through BJP government. So a lot of opposition parties, they came together, and Sitaram Yechury played a very pivotal role. So his loss is huge for us, all of us. രാജ്യത്തെ മതേതര ചേരിയെ ഒറ്റക്കെട്ടായി നിർത്തിയ യെച്ചൂരിയെ ഒരു നോക്ക് കാണാൻ ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വം AKG ഭവനിലേക്ക് ഒഴുകിയെത്തി. അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും ഐക്യത്തിന്റെ നേർത്ത രേഖയിൽ തങ്ങളെ ചേർത്ത് നിർത്തി മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്തിയ നേതാവ് സൃഷ്ടിക്കുന്ന ശൂന്യത അവരുടെ വാക്കുകളിൽ പ്രകടം. പാർട്ടി നിലപാടുകളിൽ നിന്ന് അണുവിട മാറാതെ നിൽക്കുമ്പോഴും ഇതര രാഷ്ട്രീയ നേതൃത്വങ്ങളുമായി സീതാറാം യെച്ചൂരി പുലർത്തിയ സൗഹൃദം അസൂയാവഹമാണ്. ഐക്യമുന്നണി സർക്കാരിന്റെ രൂപീകരണത്തിലും ഒന്നാം UPA സർക്കാരിന്റെ രൂപീകരണത്തിലും ഇന്ത്യ മുന്നണി യാഥാർത്ഥ്യമാവുന്നതിലും പങ്കുവഹിക്കാൻ യെച്ചൂരിയെ പ്രാപ്തനാക്കിയത് ഈ സൗഹൃദങ്ങൾ തന്നെ. സീതാറാമിനെ അവസാനമായി കാണാൻ മുൻ UPA അധ്യക്ഷ സോണിയാഗാന്ധി, NCP നേതാവ് ശരത് പവാർ, സമാജ്വാദി പാർട്ടി നേതാവും ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ അഖിലേഷ് യാദവ്, DMK നേതാക്കളായ കനിമൊഴി, ഉദയനിധി സ്റ്റാലിൻ, രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, കോൺഗ്രസ് നേതാവ് P. ചിദംബരം, സച്ചിൻ പൈലറ്റ്, യോഗേന്ദ്ര യാദവ് എന്നിവർ നേരിട്ടെത്തി. This is not my maiden speech, so don't use the bell. Unlike Mr. പാർലമെന്റിനെ മാന്ത്രിക സ്വാധീനത്തിലാക്കിയ നേതാവാണ് സീതാറാം യെച്ചൂരിയെന്നും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച യെച്ചൂരിയെ പോലുള്ളവർ അധികമില്ലെന്നും കപിൽ സിബൽ പറഞ്ഞു. But people like Sitaram gave their lives for others, not for themselves. They knew they were never going to come to power, and yet all their lives was for others. How many people do you find like that? സീതാറാം യെച്ചൂരിയുടെ നഷ്ടം രാജ്യത്ത് നികത്താനാവാത്തതാണെന്നാണ് മനീഷ് സിസോദിയ അനുസ്മരിച്ചത്. सीताराम येचुरी जी हम सबके लिए नहीं, इस देश के लिए एक बहुत बड़े नेता थे जो हमारे लिए एक हमारी कमाई है, हमारे संबंधों की कमाई है. आज हम उनको मिस करेंगे, पूरी ज़िंदगी में मिस करेंगे, देश उनको मिस करेगा. और उनका एक वैक्यूम उनके जाने से जो क्रिएट हुआ है वो सीताराम येचुरी की जगह कोई नहीं ले सकता. കമ്മ്യൂണിസ്റ്റ് ആശയം പകരുന്നതിൽ യെച്ചൂരി വലിയ പങ്കാണ് വഹിച്ചതെന്ന് അഖിലേഷ് യാദവ് അഭിപ്രായപ്പെട്ടു. വലിയ നേതാവിനെയാണ് രാജ്യത്തിന് നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിടവ് എന്നും നിഴലിച്ചു നിൽക്കുമെന്ന് അഖിലേഷ് യാദവ് അനുസ്മരിച്ചു. सीताराम येचुरी जी देश के उन बड़े नेताओं में थे जिन्होंने समय पड़ने पर देश में विचारधाराओं में सेतु बनाने का भी काम किया है. सीताराम येचुरी जीवन भर संघर्ष किए, अपनी विचारधारा को और जनता तक पहुंचाने के लिए पूरा अपना जीवन उन्होंने लगा दिया. വരും തലമുറയ്ക്ക് പ്രചോദനമാണ് യെച്ചൂരി എന്ന് DMK നേതാവ് കനിമൊഴി പറഞ്ഞു. His loss is just not a political loss to this nation. He was a thinker, a writer, a philosopher, and also a great inspiration to the next generation of politicians, because his life was about holding on to his ideology and never giving up on it at any cost. पूरे देश के अंदर एक ऐसा शॉकिंग हुआ है, लोग जो है ऐसी पर्सनली थी, वो ऐसा व्यक्तित्व था, ऐसा कर्तृत्व था, खाली CPM में नहीं बल्कि पूरे देश की राजनीति में उनका अपना स्थान था. രാജ്യത്ത് ഭരണകൂടം നടത്തുന്ന എല്ലാതരം അതിക്രമങ്ങളും സഖാവ് യെച്ചൂരിയെ അലോസരപ്പെടുത്തിയിരുന്നു. നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിക്കാനും അവർക്ക് വേണ്ടി പോരാടാനും യെച്ചൂരിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടിയിരുന്നില്ല. ഭീമ കൊറേഗാവ് കള്ളക്കേസിൽ കുടുക്കി മോദി സർക്കാർ ജയിലിലടച്ച പ്രൊഫസർ GN സായിബാബ വീൽചെയറിലെത്തി പ്രിയ സഖാവിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു.
I came here to pay my last respects to my comrade Sitaram Yechoori. He is very an important communist leader of this country. And I also personally would like to say that in 2014 when I was arrested in a very false and fabricated case, Comrade Sitaram Yechoori and all his comrades stood with me. BJP സർക്കാർ കള്ളക്കേസിൽ കുടുക്കി മാസങ്ങളോളം ജയിലിലിട്ട ടീസ്റ്റ സെത്തൽവാദിനു വേണ്ടി പോരാടിയ നേതാവായിരുന്നു യെച്ചൂരി. യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ടീസ്റ്റയും AKG ഭവനിലെത്തി. Remembering him with his smile, his laugh, his astute analysis and his amazing ability to reach out across the political spectrum while remaining a diehard communist, you know. And I'm seeing from yesterday what one always knew, that district level upwards CPIM members are coming, cabinet ministers, governors are coming, and just tells you what an irreparable loss his going has meant to his family and to Indian democratic politics. സംഘപരിവാറിന്റെ വ്യാജ ചരിത്ര നിർമ്മിതികളെ തന്റെ 92-ാം വയസ്സിലും ശക്തമായി എതിർക്കുന്ന റോമില താപ്പറും യെച്ചൂരിയെ അവസാനമായി കാണാനെത്തി. രാജ്യാതിർത്തികൾ യെച്ചൂരിയുടെ സൗഹൃദത്തിന് അതിർവരമ്പുകളായിരുന്നില്ല. പുരോഗമനാശയം ഉയർത്തിപ്പിടിക്കുന്ന ലോക നേതാക്കളെല്ലാം യെച്ചൂരിയുടെ സൗഹൃദ വലയത്തിലുണ്ടായിരുന്നു. യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ലോകരാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ എത്തിയതും ഈ സൗഹൃദത്തിന്റെ തെളിവായിരുന്നു. ചൈനീസ് അംബാസിഡർ ഷു ഫെങ് ഹോങ്, നേപ്പാൾ മുൻ പ്രധാനമന്ത്രി മാധവ് കുമാർ നേപ്പാൾ, മുൻ ഉപമുഖ്യമന്ത്രി ഈശ്വർ പൊഖ്രിയാൽ, ക്യൂബൻ അംബാസിഡർ ഇൻചാർജ് ആബേൽ, നേപ്പാൾ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ബദ്രി പ്രസാദ് പാണ്ഡെ, സിറിയൻ അംബാസിഡർ ബാസാം അൽ ബാദിഖ്, റഷ്യൻ അംബാസിഡർ ഡെനിസ് അലിപ്പോവ് എന്നിവരും സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തി. Red salute to comrade. We salute, red salute, red salute to comrade. So we salute, red salute to comrade. We salute, red salute to comrade. So comrade Sitaram amar rahe. Amar rahe, amar rahe. So comrade Sitaram amar rahe. Amar rahe, amar rahe. So comrade Sitaram ko lal salam. Lal salam, lal salam. So comrade Sitaram ko lal salam. Lal salam, lal salam. So we salute, red salute to comrade. We salute, red salute to comrade. Vande Mataram Yechoori. Diga sagale Yechoori. Illadinna marikkunnilla. Illadinna marikkunnilla. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. AKG ഭവനിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വിലാപയാത്രയായി എയിംസിലെത്തിച്ചു. സുന്ദരയെ പിൻപറ്റി ജാതിവാൽ മുറിച്ച് പുരോഗമനാശയം ജീവിതത്തിൽ പകർത്തി തുടങ്ങിയ യെച്ചൂരി മരണത്തിലും മാതൃകയായി. മരണാനന്തരം ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വിട്ടു നൽകിയ യെച്ചൂരി പ്രത്യയശാസ്ത്രം പ്രസംഗിക്കാനുള്ളതല്ല, ജീവിതത്തിൽ പകർത്താനുള്ളതാണെന്ന് കാണിച്ചു. സീതാറാം അമർ രഹേ.
लाल सलाम, लाल सलाम, लाल सलाम, लाल सलाम, अमर रहे, अमर रहे, अमर रहे, अमर रहे, लाल सलाम,